ഏത് കുട്ടിയും ജനിച്ചിട്ട് നമ്മക്കെന്താ ബേജാറെന്നറിയോ? ആ കുട്ടി ഒന്ന് കരയായിട്ടൊന്ന് ചിരിക്കായിട്ട്, അതാ നമുക്ക് ബേജാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനിച്ച ഏത് കുട്ടിയും ഒരു കരച്ചിൽ കരയുന്നത് പിശാച് രണ്ട് ഞെക്ക് ഞെക്കിയിട്ടാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞമ്മക്ക് തിരിഞ്ഞിട്ടാ കരഞ്ഞോ കരഞ്ഞു, ചിരിച്ചോ ചിരിച്ചോ, അപ്പൊ മനുഷ്യൻ തന്നെയാണ്. അത് വിലയിരുത്തായിട്ടാ നമ്മക്ക് ബേജാറ്. പ്രസവിച്ച് ആ കുട്ടി ഭൂമി ലോകത്തേക്ക് പറന്ന് വീണ ഉടനെ തന്നെ എടുത്തുകൊണ്ട് ബാങ്കും ഇഖാമത്തും കൊടുത്ത് ദിക്ർ ചൊല്ലിയേക്കണം. അതിനാണ് വല്യമ്മമാരെ അമ്മായിമ്മമാരെ നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനാണ് കാര്യമായിട്ട്. അതാ നിർവഹിക്കേണ്ടത്, റിസൾട്ട് തരാനല്ല. അത് പിന്നെയും കിട്ടും. ഇതിപ്പോ എന്താ ചെയ്യലങ്ങള് അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ആ കുട്ടിയൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് ഇടുന്ന് വാങ്ങെടുത്ത അല്ല, പള്ളിക്കത്തെ വാങ്ങെടുത്തില്ല, നമ്മുടെ വാങ്ങെടുത്തല് മണിക്കൂർ ഒന്നോ കഴിഞ്ഞിട്ട് പിശാച്ച് 1, 2, 3, 10 നക്കലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴല്ല സഹോദരങ്ങളെ സഹോദരിമാരെ, കാവൽ ചോദിക്കേണ്ട ഘട്ടത്തിൽ തന്നെ ചോദിക്കണം. അതിന്റെ ഒരു കുറവ് വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനിച്ച ഏത് കുട്ടിയെയും അങ്ങനെ വന്ന് പിശാചൊരു ഞെക്ക് ഞെക്കുന്നുണ്ട്. അവന്റെ പെരടിയുടെ 2 ഭാഗത്ത് 2 ഞെക്ക് ഞെക്കുമ്പോഴാണ് കുട്ടി അങ്ങ് കരയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇല്ലാ മറിയം വബ്നഹാ, മറിയം ബീവിയെ പിശാച് അങ്ങനെ ഞെക്കിയിട്ടില്ല. മറിയം ബീവിന്റെ മകനെയും അങ്ങനെ ഞെക്കിയിട്ടില്ല. മറിയം ബീവിയുടെ മകൻ ആരാണ്? മസീഹ് ഈസാ അലൈഹിസ്സലാം. മകനെ ഞെക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അതിനുകൂടി വല്യമ്മ ചൊല്ലിയ ദിക്റാണ് കാരണം. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മോൻ ഈസാ നബി അലൈഹിസ്സലാമിനെ പോലും പിശാച് തൊടാതിരിക്കാൻ ആ ദിക്റിന്റെ കാവലാണ്. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ അന്ന് കുട്ടി ഉണ്ടായപ്പോ ചൊല്ലിയില്ലേ, വ ഇന്നി ഉഈദുഹാ, ഈ കുട്ടിക്ക് വേണ്ടി അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വദുർരിയതഹ, ഈ കുട്ടിന്റെ സന്താന പരമ്പരകളെയും മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മൂപ്പരിനി വരും, വന്നിട്ട് ഈ ഉമ്മത്തിൽ നിന്ന് കല്യാണം കഴിക്കും, അതിൽ നിന്ന് മക്കള് ജനിക്കും എന്ന് ഹബീബ് റസൂലുള്ളാഹി. അവർക്കും ഉണ്ടാകും ആ കാവല്. കാലത്രായി ദിക്ർ ചൊല്ലിട്ട് ചൊല്ലേണ്ടതുപോലെ ചൊല്ലണം. എന്നാ മക്കൾ സന്താന പരമ്പരകൾക്കൊക്കെ കാവല് കിട്ടും.